നമസ്കാരം. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം മുറുകുന്നതിനിടെ CPM സ്ഥാനാർത്ഥികളുടെ ജാതി പോസ്റ്ററുകളിൽ ഇടം പിടിക്കുന്നത് ചർച്ചയാക്കി സാമൂഹ്യ മാധ്യമങ്ങൾ. തെരഞ്ഞെടുപ്പ് സമയത്ത് വോട്ട് കിട്ടാൻ ജാതി കാർഡ് ഇറക്കി പ്രചാരണം നടത്തുന്നത് ചൂണ്ടിക്കാട്ടിയാണ് ട്രോളുകൾ. നാട്ടുകാർക്ക് സുപരിചിതമായ ഒരു മുഖത്തിനൊപ്പം അത്ര പരിചയമില്ലാത്ത ഒരു പേര് കണ്ടതിന്റെ കൗതുകത്തിലായിരുന്നു കഴിഞ്ഞ ദിവസം വഞ്ചൂർ നിവാസികൾ. പോസ്റ്ററിൽ CPM ഏരിയ സെക്രട്ടറിയും ഇത്തവണത്തെ വഞ്ചൂർ വാർഡിലെ സ്ഥാനാർത്ഥിയുമായ P. ബാബുവിന്റെ ചിത്രം. പക്ഷേ പേരെഴുതിയിരിക്കുന്നത് ശങ്കരൻകുട്ടി നായർ എന്നും. ഇതോടെ അച്ചടി പിശകാണോ എന്ന സംശയത്തിലായി നാട്ടുകാർ. സാമൂഹ്യ മാധ്യമങ്ങളിൽ ട്രോളുകൾ നിറഞ്ഞതോടെ പോസ്റ്ററിലെ ജാതി പേരിൽ P. ബാബു തന്നെ പ്രതികരണം നടത്തി രംഗത്ത് വന്നു. ഒറ്റനോട്ടത്തിൽ അച്ചടി പിശകാണോ എന്ന് സംശയം തോന്നിയവർക്കുള്ള മറുപടി പോസ്റ്ററിൽ തന്നെയുണ്ട്. ശങ്കരൻകുട്ടി നായർ എന്ന പേരിനൊപ്പം ചെറിയൊരു ബ്രാക്കറ്റിൽ ജനങ്ങൾക്ക് പരിചിതമായ വഞ്ചൂർ P. ബാബു എന്ന പേരും കാണാം. പഴയ കൗൺസിലറുടെ ഒറിജിനൽ പേര് പല വോട്ടർമാർക്കും അറിയില്ലെന്നത് മറ്റൊരു വിശേഷം. നാട്ടുകാരിൽ പലർക്കും ഈ ശങ്കരൻകുട്ടി നായരെ പരിചയമില്ല. ഫോട്ടോ കാണിച്ചാൽ ഉടൻ പറയും ഇത് നമ്മുടെ വഞ്ചൂർ ബാബു അല്ലേ. പോസ്റ്ററുകൾ വളരെ പെട്ടെന്ന് സോഷ്യൽ മീഡിയയിലും എത്തി. തെരഞ്ഞെടുപ്പ് കാലത്ത് പലരുടെയും പേര് മാറുമെന്നാണ് സോഷ്യൽ മീഡിയയിലെ ട്രോളുകൾ. P. ബാബു എന്നും ശങ്കരൻകുട്ടി നായരെന്നും അച്ചടിച്ചിട്ടുള്ള പോസ്റ്ററുകളും സോഷ്യൽ മീഡിയയിൽ നിറയുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് സമയത്ത് വോട്ട് കിട്ടാൻ ജാതി വേണമെന്നുള്ള ട്രോളുകൾക്കും കുറവില്ല. വിപ്ലവം പോയി ജാതിവാലി വന്നു എന്നാണ് വഞ്ചൂർ ബാബുവിനെതിരെ ഉയർന്ന ആക്ഷേപം. എന്നാൽ തൻ്റെ ശരിക്കുമുള്ള പേര് ശങ്കരൻകുട്ടി നായർ എന്നാണെന്നും പണ്ട് മുതലേ ബാബു എന്നാണ് വിളിക്കുന്നതെന്നും അദ്ദേഹം പറയുന്നു. എൻ്റെ യഥാർത്ഥ പേര് ശങ്കരൻകുട്ടി നായർ എന്നാണ്. രക്ഷിതാക്കളിട്ട പേരാണ്. കഴിഞ്ഞ വർഷമേ ഈ പേരിന് അനുമതി ലഭിച്ചതാണ്. ബോധപൂർവം അങ്ങനെ ആക്കിയതല്ല. ഇലക്ഷൻ കമ്മീഷൻ നിർദ്ദേശപ്രകാരമാണിത്. എല്ലാവരും കൂടി ചാർത്തി തന്ന പേരാണ് വഞ്ചൂർ ബാബു എന്നത്. കഴിഞ്ഞ തവണ വഞ്ചൂർ ബാബു എന്നായിരുന്നു ചുവരെഴുത്ത്. നോമിനേഷൻ കൊടുക്കാൻ സമയത്ത് വോട്ടർ പട്ടികയിലെ പേരെ നൽകാൻ പറ്റുകയുള്ളൂവെന്ന് അവർ അറിയിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പക്കൽ നിന്ന് പ്രത്യേക അനുമതി വാങ്ങിയാണ് കഴിഞ്ഞ തവണ ബാലറ്റിൽ വഞ്ചൂർ ബാബു എന്ന പേര് മുകളിലും ശങ്കരൻകുട്ടി നായർ എന്ന പേര് താഴെയും നൽകിയത്. നായർ കമ്മ്യൂണിറ്റിയേക്കാൾ ഏറെയായി മറ്റ് വിഭാഗക്കാരുണ്ട് വഞ്ചൂർ വാർഡിൽ. അവരും വോട്ട് നൽകിയാലല്ലേ ജയിക്കാൻ സാധിക്കൂ. ജാതി നോക്കിയൊന്നുമല്ല പേര് പോസ്റ്ററിൽ വെച്ചതെന്നാണ് വഞ്ചൂർ ബാബുവിന്റെ വിശദീകരണം. ഇതാദ്യമായിട്ടല്ല പേരുമാറ്റം. കഴിഞ്ഞ തവണ വനിതാ സംവരണമായിരുന്ന വഞ്ചൂരിൽ മത്സരിച്ച വഞ്ചൂർ ബാബുവിന്റെ മകൾ ഗായത്രി ബാബുവും തിരഞ്ഞെടുപ്പ് സമയത്ത് പേരുമാറ്റി ഗായത്രി S. നായരായി. അന്നും വലിയ ചർച്ചയായിരുന്നു പേരുമാറ്റം. തിരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങിയപ്പോൾ ഗായത്രി ബാബു എന്ന പേര് പെട്ടെന്ന് ഗായത്രി നായരായി. തൻ്റെയും തിരിച്ചറിയൽ കാർഡിലെ പേര് ഗായത്രി നായർ എന്നായിരുന്നുവെന്നാണ് ഗായത്രി അന്ന് പ്രതികരിച്ചത്. പോസ്റ്ററുകളൊക്കെ ഗായത്രി ബാബു എന്ന പേരിലായിരുന്നു ആദ്യം അച്ചടിച്ചു വെച്ചത്. എന്നാൽ തിരിച്ചറിയൽ കാർഡിലെ പേര് തന്നെ ഉപയോഗിക്കാനായിരുന്നു നിർദ്ദേശമെന്നും അവരും പറഞ്ഞു. വീടുകൾ തോറും കയറി ഇറങ്ങി പേര് മാറ്റത്തെക്കുറിച്ച് പറയേണ്ടി വന്നുവെന്നും അതേറെ ബുദ്ധിമുട്ട് സൃഷ്ടിച്ചുവെന്നുമായിരുന്നു ഗായത്രിയുടെ വിശദീകരണം. പേരിലല്ല പ്രവൃത്തിയിലും കൂടി കാര്യമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് തിരഞ്ഞെടുപ്പ് പ്രചാരണം ഉഷാറാക്കിയാണ് സ്ഥാനാർത്ഥികൾ. എന്നാൽ പേരിലും കാര്യമുണ്ടെന്ന് ചിലയിടത്തൊക്കെ പറയാതെ പറയുന്നുമുണ്ട് ചിലർ. തിരഞ്ഞെടുപ്പ് കാലത്തെ കൗതുകങ്ങൾ തുടങ്ങിയിട്ടുള്ളൂ. ഇനിയും കാണാൻ ഏറെയുണ്ടാകും.